ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, കുറച്ചധികം പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സന്തോഷമുണ്ട്. ക്ലാസ്സുകളൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, തുടക്കം മുതലേ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണണം, ഫോളോ ചെയ്യണം. എൻ്റെ ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് നല്ല മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്നുള്ളത്, അതുപോലെ തന്നെ നല്ല നോട്ട്സ് കിട്ടുന്നത്, എല്ലാം എവിടെ ഏതൊക്കെ സോഴ്സ് ഉണ്ടോ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഏതൊക്കെ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുമോ അതെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തി പഠിക്കണം. ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം. ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാലോ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം മിക്കവാറും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു, അല്ലാതെ വൺ വേർഡിലൊന്നും ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവില്ല. അപ്പോൾ അത്രയധികം നമ്മൾ ഫോക്കസ്ഡ് ആൻഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫുൾ നെഗറ്റീവ് ഒക്കെ അടിച്ച് നമ്മൾ ടൈം വേസ്റ്റ് ആക്കിയത് എന്താ പറയുക, വേസ്റ്റ് ആക്കി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തുടക്കം മുതലേ നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിലുമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട്. എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും അതിനെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ട് പഠിക്കുക. അപ്പോൾ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് കുറച്ച് പേരെ എടുത്തിട്ടുള്ളൂ എന്നുള്ളതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമല്ല. കഴിഞ്ഞ ലിസ്റ്റിൽ എങ്ങനെയും ആയിക്കോട്ടെ, ഇത്തവണ നമ്മൾ 100 പേരെ എടുക്കുന്നുണ്ടെങ്കിൽ ആ 100 പേരിൽ ഒരാളാവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കും, ഞാനായി കഴിഞ്ഞു എന്ന് തന്നെ ചിന്തിച്ച് പഠിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഓരോ ദിവസം പഠിക്കുന്നതിന് മുമ്പ് ഈ ജോലി എനിക്കുള്ളതാണെന്ന് തന്നെ ചിന്തിച്ച് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 1 മുതൽ 10 വരെയുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള കോഡ് വെച്ചിട്ടുള്ള ഒരു സ്റ്റോറി പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഇതൊന്ന് കേട്ട് നോക്കുക. കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഓരോ സ്റ്റാൻഡേർഡ് എന്നുള്ളത് നിങ്ങൾ ഈ സ്റ്റോറി കേട്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ഇത് ആദ്യം തന്നെ ഞാനിത് വായിക്കാം, മൊത്തം ഒന്ന് വായിക്കാം. ആദ്യം ആ ആപ്പൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് 2 പ്രാവശ്യം ജീവിതത്തിലെ വാല്യുബിൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരാൾ നമ്മളോട് പറയുകയാണെന്ന് സങ്കല്പിച്ചാൽ മതി. ആദ്യം ആ ആപ്പൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് 2 പ്രാവശ്യം ജീവിതത്തിലെ വാല്യുബിൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കും. മുന്നോട്ടേക്ക് ക്യാഷ് സമ്പാദിക്കാനായിട്ടുള്ള ഒറ്റ വഴി അത് മാത്രമേ ഉള്ളൂ. നാളെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ ബലവാനായിട്ട് തുടരാനായിട്ട് ക്യാഷ് വേണം. 5 രൂപ ലാഭമാകാം, നഷ്ടമാകാം. ഗവൺമെൻറ്റിൻ്റെ പോളിസി മാറുമ്പോൾ നമ്മൾ പ്രിപ്പയർഡായിട്ടിരിക്കണം. ഒരു 7 പേരെങ്കിലും കറക്റ്റ് കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ, 8ഉം പൊട്ടും അറിയില്ലെങ്കിലും ഒരു 50 പേരുടെ ഇടയിൽ നിനക്ക് രവി എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, നിനക്ക് എന്നുള്ള രവിക്ക് റെക്കഗ്നീഷൻ കിട്ടും. 10 പേരുടെ മുന്നിൽ പ്രോപ്പർട്ടീസും പ്ലാന്റൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കാം. ഇതൊരു ചെറിയൊരു ഇൻസിഡൻ്റായിട്ടോ കഥയായിട്ടോ എന്തായിട്ട് വേണേലും എടുക്കാം. ഇതിങ്ങനെ തന്നെ ബൈ ഹാർട്ടല്ല ചെയ്യേണ്ടത്. ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് പറയുന്നതായിട്ട് ഓരോ കാര്യങ്ങളും സങ്കല്പിക്കുക. അപ്പോൾ ആദ്യം നമ്മളോട് പറയാണ്, ആദ്യം ആ ആപ്പൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് 2 പ്രാവശ്യം ജീവിതത്തിലെ വാല്യുബിൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ. ആദ്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. ആ ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് APD എന്ന് ഞാൻ ഷോർട്ട് കൊടുക്കുകയാണ്. ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പോളിസി ഡിസ്ക്ലോഷർ. അപ്പോൾ ആദ്യം ആ ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്?
അക്കൗണ്ടിങ് പോളിസി ഡിസ്ക്ലോഷർ. അത് പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 APD, ആപ്പൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് അക്കൗണ്ടിങ് പോളിസി ഡിസ്ക്ലോഷർ. 2 പ്രാവശ്യം വാല്യുബിൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറയുകയാണ്. 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2, വാല്യുബിൾ ടൈം ഇൻവെസ്റ്റ്, വാല്യുവേഷൻ ടൈം ഇൻവെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻവെൻറ്ററീസ് ആയിട്ട് നോക്കാം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്താ പറയുന്നത്? വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്. നെക്സ്റ്റ് എന്താ നമ്മളോട് പറയുന്നത്? മുന്നോട്ടേക്ക് ക്യാഷ് സമ്പാദിക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ. മുന്നോട്ടേക്ക് ക്യാഷ് സമ്പാദിക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ. മുന്നോട്ടേക്ക് 3. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ക്യാഷ് സമ്പാദിക്കാൻ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അത് ഓർക്കുക. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെന്താ പറയുന്നത്? നാളെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 എന്താ പറഞ്ഞിരിക്കുന്നത്? നാളെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ ബലവാനായി തുടരാൻ ക്യാഷ് വേണം. അപ്പം നാളെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ടിജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ബലവാനായി തുടരാൻ. ബലവാൻ എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് അത് ഓർക്കുക. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 എന്താ പറയുന്നത്? കണ്ടിജൻസീസ് ആൻഡ് ഈവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ഓർക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അടുത്തത് നമുക്ക് പോയാലോ? 5 രൂപ ലാഭമാകാം നഷ്ടമാകാം. 5 രൂപ ലാഭമാകാം നഷ്ടമാകാം. പോളിസി മാറുമ്പോൾ, ഇവിടെ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണെന്ന് വിചാരിക്കുക. പോളിസി മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആയിരിക്കണം. 5 രൂപ അതാണ് അവിടുത്തെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയുന്ന. 5 രൂപ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5. ലാഭമാകാം നഷ്ടമാകാം. നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്താണ്? പോളിസി മാറുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ്. ഇത് പോളിസി മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് പ്രിപ്പയർഡ് ആകണം. പ്രയർ പീരിയഡ് ഐറ്റംസ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5 എന്താ പറഞ്ഞിരിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് എന്താണ്? പ്രയർ പീരിയഡ് ഐറ്റംസ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. അത് എളുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലോർക്കണം. 5 രൂപ ലാഭമാകാം നഷ്ടമാകാം. ഗവൺമെൻറ്റിൻ്റെ പോളിസി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. 5 രൂപ ലാഭമാകാം നഷ്ടം. അങ്ങനെ നമ്മൾ ഒരു 2 തവണ നമ്മളത് മെമ്മറിയിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു 7 പേരെങ്കിലും കറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ, 7 പേരെങ്കിലും കറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ, 7 പേര് അവിടെ എന്താണ്? സ്റ്റാൻഡേർഡിനെ പറയുന്നത് അല്ലേ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 കറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ്. കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് ഓർക്കുക. കോൺട്രാക്റ്റ് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. അപ്പോൾ 7 പേര്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 എന്തിനെ കാണിക്കുന്നതാണ്? കൺസ്ട്രക്ഷൻ ഓഫ് കോൺട്രാക്റ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 എന്തിനെ സൂചിപ്പിക്കുന്നു? കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ്. അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ എന്താ പറഞ്ഞാണ്? 7 പേരെങ്കിലും കറക്റ്റ് കോണ്ടാക്റ്റിലുണ്ടെങ്കിൽ, 8 പൊട്ടും അറിയില്ലെങ്കിലും, 8 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 8 അറിയില്ല, 8 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇല്ല. അതാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 8 പൊട്ടും അറിയില്ലെങ്കിലും ഒരു 9 പേരുടെ ഇടയിൽ രവിക്ക് റെക്കഗ്നീഷൻ കിട്ടും. 9 പേരുടെ ഇടയിൽ രവിക്ക് റെക്കഗ്നീഷൻ കിട്ടും. 9 പേരുടെ ഇടയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 രവിക്ക് റവന്യൂ അത് ഓർക്കുക, റെക്കഗ്നീഷൻ കിട്ടും. റെക്കഗ്നീഷൻ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 എന്തിനെ കുറിക്കുന്നതാണ്? റവന്യൂ റെക്കഗ്നീഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 എന്താ പറയുന്ന? കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 ഇല്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 റവന്യൂ റെക്കഗ്നീഷൻ.
അടുത്തെന്താ പറയണേ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ 10 പേരുടെ മുന്നിൽ പ്രോപ്പർട്ടിയും പ്ലാന്റും എല്ലാം ആയിട്ട് സുഖമായിട്ട് ജീവിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 10 പേരുടെ മുമ്പിൽ നമുക്ക് സുഖമായിട്ട് പ്രോപ്പർട്ടിയും പ്ലാന്റും ഒക്കെ ആയിട്ട് ജീവിക്കാം. 10 പേരുടെ മുമ്പിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10, പ്ലാന്റും പ്രോപ്പർട്ടീസ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 എന്താ പറയുന്നത്? പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പറയുന്നത് 10 പേരുടെ മുമ്പിൽ പ്ലാന്റും എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ജീവിക്കാം. അങ്ങനെ 10 പേരുടെ മുമ്പിൽ പ്ലാന്റ്, അസറ്റ്, അതെല്ലാം ഉണ്ട്, നമുക്ക് എല്ലാ സ്വത്തുക്കളോടും കൂടി ജീവിക്കാമെന്ന് ഓർത്താലും മതി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പറയുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് നിങ്ങൾക്ക് മെമ്മറിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ആദ്യം പറയുന്നത് ആപ്പൊക്കെ ഡിലീറ്റ് ചെയ്യാൻ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 അക്കൗണ്ടിങ് പോളിസി ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. 2 പറഞ്ഞിരിക്കുന്നത് വാല്യുബിൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് മുന്നോട്ടേക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ, മുന്നോട്ടേക്ക്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ക്യാഷ് ഉണ്ടാക്കാൻ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ നാളേക്ക് കണ്ടിജൻസീസ് ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ബലവാനായിട്ട് നിൽക്കണമെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 പറഞ്ഞിരിക്കുന്നത് കണ്ടിജൻസീസ് ആൻഡ് ഇവൻറ്റ്സ് ഒക്കറിങ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. പിന്നെ ഏത് സ്റ്റാൻഡേർഡ്? അടുത്ത സ്റ്റാൻഡേർഡ് ഏതാ? 5ാമത്തെ സ്റ്റാൻഡേർഡ്. 6 ഇല്ല, 5 പറഞ്ഞിരിക്കുന്നത് 5 രൂപ ലാഭമാകാം നഷ്ടമാകാം, ലാഭമാകാം നഷ്ടമാകാം, മാറി വരുന്ന ഗവൺമെൻറ് പോളിസി അനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 5 നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡ് പ്രയർ പീരിയഡ് ഐറ്റംസ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഏഴാമതായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർത്ത് നോക്കിയേ. 7 പേരെങ്കിലും കോൺട്രാക്റ്റിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. 8ഉം പൊട്ടും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇല്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 8 ഇല്ല. പിന്നെ ഒരു 9 പേരുടെ ഇടയിൽ രവിക്കൊരു റെക്കഗ്നീഷൻ കിട്ടുമെന്ന് പറഞ്ഞു. 9 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 റവന്യൂ ആയിട്ട് ചിന്തിക്കുക, റവന്യൂ റെക്കഗ്നീഷൻ. പിന്നെ എന്താണ്, നമുക്ക് പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് 10 പേരുടെ മുന്നിൽ പ്രോപ്പർട്ടിയും പ്ലാന്റൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കാം, സുഖമായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10 പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട്, ഈ കോഡേ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ആദ്യത്തെ രീതി തന്നെ പഠിക്കുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ പഠിക്കുക. എനിക്കിത് എളുപ്പമായിട്ട് തോന്നി, എനിക്ക് പെട്ടെന്ന് മെമ്മറിയിലോട്ട് അത് മനസ്സിലാക്കാൻ, ആ കോഡ് തെറ്റിപ്പോവാത്ത രീതിയിൽ എനിക്ക് ഒരു കണക്ഷൻ കൊണ്ടുവരാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഉപകാരമായെങ്കിൽ, ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.